നമസ്തേ. ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭാരതീയ സാഹിത്യ ശാസ്ത്ര കെ സിദ്ധാന്ത്, അതുപോലെ പാശ്ചാത്യ സാഹിത്യ ശാസ്ത്ര കെ സിദ്ധാന്ത്, അതുപോലെ തന്നെ പ്രമുഖ് സമ്പ്രദായ്, അതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പ്രമുഖ് ദർശൻ. ഇത്രയും ടോപ്പിക്കാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിൻ്റെ സിദ്ധാന്തും പ്രവർത്തകും സമ്പ്രദായി പ്രവർത്തക് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം രസ്, നമുക്കറിയാം ആചാര്യ ഭരതാണ്. അടുത്തത് അലങ്കാറാണ്. അലങ്കാർ. അടുത്തത് ആചാര്യ ഭാമഹാണ്. അപ്പം അത് ഭാമ, സിനിമ നടി ഭാമ ഉണ്ടല്ലോ. അപ്പോൾ ഭാമയ്ക്ക് എന്താണ്, സിനിമ അഭിനയിക്കാൻ അലങ്കാരം വേണം, മേക്കപ്പ് വേണം എന്നാലോചിക്കുക. പെട്ടെന്ന് ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. രീതി ആചാര്യ വാമനാണ്. അപ്പോൾ വാമനൊരു രീതി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയത് എന്നുള്ള ആ ഒരു രീതിയിൽ ഒന്ന് ആലോചിക്കുക. അടുത്തത് ധ്വനി ആനന്ദവർദ്ധനാണ്. അപ്പം അതിലൊരു താഴെ ഒരു ആധിക്യം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ആലോചിക്കുക. അടുത്തത് വക്രോക്തി കുന്തകാണ്. ആ വക്രോക്തി കുന്തകത്തിലൊരു കാട് അധികത ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെയാണ് ആലോചിക്കുക. പിന്നെ ഔചിത്യം ക്ഷേമേന്ദ്രാണ്. ക്ഷമയുള്ളവനൊരു ഔചിത്യമുണ്ട് എന്ന് ആലോചിക്കുക. അടുത്തത് ഉത്പത്തിവാദ് ഭട്ട് ലൊല്ലട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലാസ് ഇട്ട പോലെ ഉത്പത്തിയിൽ നമുക്കൊരു ഡൗട്ട്, ഒരു പക്ഷേ നമുക്ക് ഡൗട്ട് ഉണ്ടായിരിക്കാം എന്നുള്ള ഒരു രീതിയിൽ കണക്ട് ചെയ്യുക. ഭട്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പക്ഷേ എന്നാണല്ലോ. അടുത്തത് അനുമിതിവാദാണ്. ആചാര്യ ശങ്കുക്കാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു അനുവാദം വേണം എന്ന് ഒരു ശങ്കയാണ്. അപ്പോൾ അനുമതിവാദ ആചാര്യ ശങ്കുക് എന്ന് കണക്ട് ചെയ്യാം. അടുത്തത് ഭുക്തിയ ഭോഗവാദ് ആചാര്യ ഭട്ടനായകാണ്. അപ്പോൾ ഈ ഭുക്തി നായകന്മാർക്ക് നല്ല ഭക്തിയാണ് ഒന്ന് കണക്ട് ചെയ്യാം. അടുത്തത് അഭിവ്യക്തിവാദ് അഭിനവ ഗുപ്ത്. അത് പിന്നെ അഭി വരുന്നതുകൊണ്ട് നമുക്കധികം ഡൗട്ട് ഉണ്ടാവില്ല. നെക്സ്റ്റ് വരുന്നത് ഛായവാദ് ജയശങ്കർ പ്രസാദാണ്, നമുക്കറിയാം. സുചന്ദ്രതാവാദ് ശ്രീധർ പാഠക്. ഹാലാവാദ് ഹരിവംശ് റായ് ബച്ചൻ. ഹാ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. മാംസൽവാദ് രാമേശ്വർ ശുക്ല അഞ്ചലാണ്. അപ്പം മാംസം രാമന് ഇഷ്ടമല്ല എന്ന രീതിയിലൊന്നും കണക്ട് ചെയ്യുക. അടുത്തത് ക്യാപ്സൂൾവാദ് ഓംകാരനാഥ് ത്രിപാഠിയാണ്. ഓംകാരനാഥിന് ക്യാപ്സൂൾ ഇഷ്ടമല്ല എന്നൊന്ന് കണക്ട് ചെയ്യുക. അടുത്തത് പ്രബദ്ധ്യവാദ് അല്ലെങ്കിൽ നക്കേനവാദ് നളിനി വിലോചൻ ശർമ്മ. പിന്നെ കേസരി കുമാറും നരേഷ് കുമാറും ഒക്കെ അതിൽ വരുന്നുണ്ട്. മെയിനായിട്ട് നളിനി വിലോചൻ ശർമ്മയാണ് നമ്മൾ ഓപ്ഷൻസിലൊക്കെ അധികം ഉണ്ടാവാറ്. അപ്പോൾ നക്കേന്ന് പറഞ്ഞതുപോലെ നാക്ക്, നളിനി ലോചൻ എന്നൊക്കെ പറഞ്ഞാൽ കണ്ണാണല്ലോ. അപ്പോൾ കണ്ണ്, നാക്ക്, നാവ് എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം. പിന്നെ പ്രയോഗവാദ് അഗ്യേയാണ്. അതുപോലെ പ്രഗതിവാദ് നാഗാർജുൻ. പ്രകൃതിയിൽ നാഗങ്ങളുണ്ടാവും, അഗ്യേയിന് പ്രയോഗങ്ങൾ അധികമാണ് എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം. അടുത്തത് വരുന്നത് പാശ്ചാത്യ സാഹിത്യ ശാസ്ത്ര കെ സിദ്ധാന്തിൽ അനുകരൺ സിദ്ധാന്ത് പ്ലാറ്റോ ആണ്. അപ്പോൾ പ്ലാറ്റോ അനുകരിക്കാൻ എടുക്കാനാണ് എന്ന് ആലോചിക്കുക. പിന്നെ വിരേചന സിദ്ധാന്തം ത്രാസതി അരസ്തു. ഈ വിരേചനും അരസ്തു വിരേ എന്നുള്ള ആ രീതിയിലൊന്ന് കണക്ട് ചെയ്യുക. വിരേചൻ അരസ്തു, നമ്മൾ ആ ഒരു ഉണ്ടല്ലോ രണ്ടിലും കൂടുതലായിട്ട്, അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്യാം. അടുത്തത് ഉദാത്തവാദ് ലോഞ്ചൈൻസിന് കുറച്ച് ഉദാത്തത അധികമാണ് എന്ന് കണക്ട് ചെയ്യുക. അടുത്തത് സംപ്രേഷൻ മൂല്യവാദാണ്. അപ്പോൾ റിച്ചാർഡ്സ് ആണ്. അപ്പോൾ റിച്ചാർഡ്സിന് സംപ്രേഷൻവാദം മൂല്യവാദമാണെന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. അടുത്തത് അർത്ഥമീമാംസ സിദ്ധാന്ത്, അതും സെയിം അദ്ദേഹം തന്നെയാണ്, റിച്ചാർഡ്സ്. അടുത്തത് അസ്തിത്വവാദ് സരൻ കീർക്കെഗാർഡാണ്. അപ്പോൾ സാരേൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മുഴുവൻ എന്നുള്ള രീതിയിൽ, അപ്പോൾ എല്ലാ അസ്ഥികളും എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യുക. സാരേ അസ്ഥി എന്നൊന്ന് കണക്ട് ചെയ്യുക. അടുത്തത് അഭിവ്യഞ്ജനവാദ് ബെനദേദോ ക്രോച്ചയാണ്. അപ്പോൾ എന്താണ്, അഭിവ്യഞ്ജനവാദമാണ്. അപ്പോൾ വ്യഞ്ജനത്തിൽ, അതായത് നമ്മളെ ഹിന്ദിയിൽ നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾ ഫസ്റ്റ് കായാണല്ലോ കവർഗം. അപ്പോൾ ക്രോച്ച് ആ ഒരു രീതിയിലൊന്ന് ആലോചിക്കുക. വ്യഞ്ജനം കേൾക്കുമ്പോൾ കായാണല്ലോ ഫസ്റ്റ് കവർഗല്ല, അപ്പോൾ അത് അങ്ങനെ കണക്ട് ചെയ്യാം. അടുത്തത് ദ്വന്ദ്വാദ് ഹീഗലാണ്.
അപ്പോൾ 2 ഉള്ളത് ആർക്കാണ്? 2 ദ്വന്ദ് എന്ന് പറഞ്ഞാൽ ദ്വയം എന്ന് പറഞ്ഞാൽ 2ആണല്ലോ, ദ്വയം. അപ്പോൾ ആ ഒരു ഇതിൽ ഹീഗൽ അങ്ങനെ ആലോചിക്കുക. അടുത്തത് കൽപ്പനവാദ് കോളറിഡ്ജാണ്. അപ്പോൾ എന്താണ്? കൽപ്പന കോൾ ചെയ്തു എന്നൊന്ന് കണക്ട് ചെയ്യാം. അടുത്തത് ബിംബവാദ് ഹ്യൂമാണ്. അപ്പോൾ ഹ്യൂജ് എന്നുള്ള രീതിയിൽ ബിംബങ്ങളൊക്കെ ഹ്യൂജാണ്, ഹ്യൂമാണ്. അപ്പോൾ അത് ഹ്യൂജ് എന്ന രീതിയിലൊന്ന് കണക്ട് ചെയ്യാം. അടുത്ത പ്രതീകവാദ് ബാദ്ലെയറാണ്. അടുത്ത വസ്തുനിഷ്ഠ സമീകരൻ ഇല്യട്ടാണ്. നിർവൈയക്തികവാദ് ഇല്യട്ടാണ്. അപ്പോൾ കഴിഞ്ഞ സെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിർവൈയക്തികവാദമൊക്കെ. യഥാർത്ഥവാദ് കാർവെയാണ്. മനോവൈജ്ഞാനിക് യഥാർത്ഥവാദ് ഫ്രോയിഡാണ്. നമുക്ക് പിന്നെ സൈക്കോളജിയിൽ പഠിച്ചുകൊണ്ട് അതറിയുണ്ടാവും. സമാജവാദി യഥാർത്ഥവാദ് കാൾ മാർക്സ് ആണ്. അന്തശ്ചേതനവാദി യഥാർത്ഥവാദ് TH ലോറൻസ് ആണ്. പിന്നെ കുത്സിത് യഥാർത്ഥവാദ് ഫ്ലാവർട്ടാണ്. പിന്നെ മഹാൻ യഥാർത്ഥവാദ് ജോർജ് ലൂക്കാച്ചാണ്. പിന്നെ പ്രാകൃതവാദ് എമിലി ജോള. പിന്നെ അതീയഥാർത്ഥവാദ് അത് ആന്ദ്രേ ബ്രെന്ത. പിന്നെ ഹെർബർട്ട് റീഡാണ്. പിന്നെ ദാതാവാദ് ജീൻ ആർ എന്നാണ് കൊടുത്തിരിക്കുന്നത്, എന്നാണ് കൊടുത്തിരിക്കുന്നത്, ജീനാണെന്ന് ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. അടുത്തത് നവ്യശാസ്ത്രവാദ് ബെൻ ജോൺസൺ ആണ്. അടുത്ത സംരചനാവാദ് സെസ്യൂറാണ്. ഉത്തര സംരചനാവാദ് ദരിദ്രയാണ്. അജൻബീപ്പൻ സ്കലോവസ്കിയാണ്. വിഖണ്ഡൻ ദരിദ്രയാണ്. അന്തർവിരോധ് ബ്രുക്സാണ്. വിഡംബന ഓർ വിസംഗതി ബ്രുക്സന്നെയാണ്. വിരോധാഭാസ് റോബർട്ട് പെൻ വാരനാണ്. സാഹിത്യക സമാജശാസ്ത്രി ഈപ്പാലീത്ത് തേനാണ്. അപ്പോൾ അടുത്തതിന് പ്രമുഖ് സമ്പ്രദായമാണ് വരുന്നത്, ശ്രീ സമ്പ്രദായ രാമാനുജ. അപ്പോൾ ശ്രീരാമൻ എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യുക. സനക് സമ്പ്രദായ നിംബാർക്ക് എന്താണ്? ഒരു സനകാണ് എന്ന് കണക്ട് ചെയ്യുക. രുദ്ര സമ്പ്രദായ വിഷ്ണു സ്വാമിയാണ്. അപ്പോൾ വിഷ്ണു ദൈവമാണല്ലോ, ദൈവത്തിൻ്റെ ഒരു അവതാരം അല്ലേ. അപ്പോൾ വിഷ്ണു സ്വാമിക്ക് രുദ്രമുണ്ട് എന്ന് ആലോചിക്കുക. അതത് ബ്രഹ്മസമാജ് മാധ്വാചാര്യാണ്. രാമാവധ സമ്പ്രദായ രാമാനന്ദ. രാമൻ എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യുക. മഹാനുഭാവ് മഹാത്മാ ചക്രധറാണ്. വാർക്കരി സമ്പ്രദായ സന്ത് ജ്ഞാനേശ്വറാണ്. ഉദാസി സമ്പ്രദായ ശ്രീ ചന്ദാണ്. വിഷ്ണുയി സമ്പ്രദായ ജംബനാഥാണ്. നിരഞ്ജനി സമ്പ്രദായ ഹരിദാസ് നിരഞ്ജനിയാണ്. സിഖ് സമ്പ്രദായ ഗുരുനാനക് ദേവാണ്. സത്നാമി സമ്പ്രദായ വീരഭാനാണ്. ധാതുക്കി സമകാലീനാണ്. സ്മാർത്ത് സമ്പ്രദായ ശങ്കരാചാര്യാണ്. രാധാവല്ലഭി സമ്പ്രദായ ഗോസായി ഹരിവംശാണ്. ഹരിദാസി സമ്പ്രദായ സ്വാമി ഹരിദാസ് പിന്നെ അതിൽ തന്നെ ഉണ്ട്. പിന്നെ ചൈതന്യ ഗൗഡീ സമ്പ്രദായ ചൈതന്യ മഹാപ്രഭു. അപ്പോൾ ഗോഡിന് ചൈതന്യമുണ്ടോ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ദാസ്യഭാവ് രാമാനുജാചാര്യാണ്. പുഷ്ടിമാർഗ് വല്ലഭാചാര്യാണ്. ചിഷ്തി സമ്പ്രദായ ഖ്വാജ അബു അബ്ദുള്ള ചിഷ്തിയാണ്. സുഹരാവർദി സമ്പ്രദായ സയ്യദ് ജലാലുദ്ദീൻ സുർഖ്പോഷാണ്. ഖാദരി സമ്പ്രദായ ഷേഖ് അബ്ദുൽ ഖാദർ ജീലാനിയാണ്. നക്ഷബന്ദി സമ്പ്രദായ ഖാജ വഹാഉദ്ദീൻ നക്ഷബന്ദാണ്. അടുത്തതിന് പ്രമുഖ ദർശനാണ്. അദ്വൈതവാദം നമുക്കറിയാം ശങ്കരാചാര്യാണ്. അടുത്തത് വിശിഷ്ടാദ്വൈതവാദ് രാമാനുജാചാര്യ. അപ്പോൾ രാമൻ വിശിഷ്ടനാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. ദ്വൈതവാദ് മാധ്വാചാര്യ. മാധ്വം ദ്വൈത് അങ്ങനെ കണക്ട് ചെയ്യാം. ദ്വൈതാദ്വൈതവാദ് നിംബാർക്ക്. 2 ദ്വൈതങ്ങൾ വരുന്നത് നിംബാർക്കിനാണ്. അതുപോലെ 2 എന്നൊക്കെ അധികം നമ്പേഴ്സാണല്ലോ. അപ്പോൾ നിംബാർക്ക് നമ്പർ എന്നുള്ള രീതിയിൽ ദ്വൈതം 2 എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം. ശുദ്ധാദ്വൈതവാദ് വല്ലഭാചാര്യാണ്. അപ്പോൾ വെള്ളം ശുദ്ധമാണ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. മീമാംസാ ദർശൻ ജൈമിനിയാണ്. സാഖ്യദർശൻ കപിലമുനി. യോഗദർശൻ പതഞ്ജലി. ന്യായദർശൻ ഗൗതം. വൈശേഷിക് ദർശൻ കണാദ്. ചവാർക്ക് അല്ലെങ്കിൽ ലോകായതൻ ദർശൻ സ്പത്യാണ്. പിന്നെ ജൈന ദർശൻ അല്ലെങ്കിൽ സ്യാദ്വാദ് പാർശ്വനാഥാണ്. പിന്നെ
സംഘാത്വാദ് അല്ലെങ്കിൽ ക്ഷണികവാദ് ആരാണ്? ഗൗതം ബുദ്ധാണ്. അപ്പോൾ ഇത് പല പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. കേട്ടറ്റ്, JLT, HST, HHST, സെറ്റ്, നെറ്റ് പോലത്തുള്ള പരീക്ഷകൾക്കൊക്കെ മാച്ച് ദി ഫോളോയിങ് ആയിട്ടും കൂട്ടത്തിൽ പെടാത്തതായിട്ടും വൺ വേർഡായിട്ടും ഒക്കെ, പിന്നെ ഇതിൻ്റെ ഓർഡറും കാലക്രമാനുസാര രീതിയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കുക.